ചരിത്രപ്രസിദ്ധമായ ഓർക്കാട്ടേരി ശ്രീ ശിവഭഗവതി ക്ഷേത്രം താലപ്പൊലി മഹോത്സവം ജനുവരി 26 മുതൽ 31 വരെ വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കടത്തനാട്ടിലെ മതേതര കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിച്ച് ചരിത്രപ്രസിദ്ധമായി മാറിയ ഓർക്കാട്ടേരി ശ്രീ ശിവഭഗവതി ക്ഷേത്ര താലപ്പൊലി മഹോത്സവം ജനുവരി 26 മുതൽ 31 വരെ വിവിധ പരിപാടികളോടെ നടക്കും. ഇതോടനുബന്ധിച്ച് നടക്കുന്ന ഓർക്കാട്ടേരി ചന്ത ജനുവരി 26 മുതൽ ഫെബ്രുവരി 5 വരെ നടക്കും. ജനുവരി 26 നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്യും. മുഖ്യ അതിഥികളായി KK രമ MLA, മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി തുടങ്ങിയവർ പങ്കെടുക്കും. 27 നടക്കുന്ന സാംസ്കാരിക സമ്മേളനം വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. തുടർന്നുള്ള ദിവസങ്ങളിലും ക്ഷേത്ര ചടങ്ങുകളോടൊപ്പം തന്നെ വിവിധ സാംസ്കാരിക കലാപരിപാടികളും അരങ്ങേറും. വടകര പ്രസ് ക്ലബ്ബിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് പ്രഭാകരൻ നമ്പ്യാർ, കുനിയിൽ രവീന്ദ്രൻ, ക്ഷേത്രം ജനറൽ സെക്രട്ടറി CK രാജീവൻ, പ്രോഗ്രാം കൺവീനർ N ബാബു, ക്ഷേത്രം വൈസ് പ്രസിഡന്റ് പുതിയടത്ത് കൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ഓർക്കാട്ടേരി ശിവ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ താലപ്പൊലി മഹോത്സവം ജനുവരി 26 മുതൽ 31 വരെ വിവിധ ആഘോഷങ്ങളോടുകൂടി വിപുലമായ രീതിയിൽ ആഘോഷിക്കുകയാണ്. 26-ന് പ്രധാന ചടങ്ങായ ദേവിക്ക് ചാർത്താനുള്ള ഉടയാട ഓർക്കാട്ടേരി മുസ്ലിം തറവാട്ടിൽ നിന്നും മാവുള്ളതിൽ അബ്ദുള്ള ദേവിക്ക് ക്ഷേത്രത്തിൽ രഥസന്നിധിയിലെ വന്ന് സമർപ്പിക്കുകയും അതിനുശേഷം വൈകുന്നേരം 3 മണിക്ക് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എടത്തിൽ തറവാട്ടിലെ ദേവീ ക്ഷേത്രത്തിൽ നിന്നും കൊടികൂറ എഴുന്നള്ളത്തോടുകൂടി ദേവീ ക്ഷേത്രത്തിലെത്തുകയും 4 മണിക്ക് കൊടിയേറ്റം ആരംഭിക്കുകയാണ്. ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൊടിയേറ്റ പരിപാടി 26-ന് 4 മണിക്ക് ആരംഭം കുറിക്കുകയാണ്. അതോടുകൂടി ക്ഷേത്ര ഉത്സവ ആരംഭം കുറച്ചു കഴിയും. അന്ന് പ്രധാന താലപ്പൊലി മഹോത്സവവും ക്ഷേത്രത്തിലെ മറ്റ് ചടങ്ങുകളും നടക്കുന്നതോടൊപ്പം തന്നെ അന്നേ ദിവസം ഓർക്കാട്ടേരി കച്ചേരി മൈതാനിയിൽ ക്ഷേത്ര സ്റ്റേജിൽ വെച്ച് തന്നെ സാംസ്കാരിക സമ്മേളനം നടക്കുകയാണ്. വടകര MP ബഹുമാനപ്പെട്ട ഷാഫി പറമ്പിലാണ് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഇന്ന് ഉത്സവത്തിൻ്റെ പ്രധാന ഭാഗമായ മകരം 16-ാം തീയതി ജനുവരി 30-ന് എഴുന്നള്ളത്ത് പോകുന്ന പുതുക്കുളങ്ങര എന്ന് പറയുന്ന സ്ഥലം, അവിടെ പണ്ടൊരു കുളമുണ്ടായിരുന്നെന്നും കുളത്തിൽ ദേവി എത്തി അവിടുന്ന് കുളിച്ചു കഴിഞ്ഞ് ഈറൻ മാറ്റാൻ മറുതുണിയില്ലാതെ നിൽക്കുമ്പോൾ സമീപ പ്രദേശത്തുള്ള മുസ്ലിം തറവാട്ടിലുള്ള കായക്കൊടി തറവാട്ടിലുള്ള ഒരു സ്ത്രീ കുളിച്ച് ഈറൻ മാറ്റാൻ മറുതുണിയില്ലാതെ നിൽക്കുന്ന ഒരാളെ കാണുകയും അങ്ങനെ അവർ ഉപയോഗിക്കുന്ന കാച്ചിമുണ്ട് നൽകുകയും ചെയ്തു. ദേവി വിശ്വരൂപം കാണിച്ചെന്നും ഉപകാര സ്മരണയ്ക്ക് എൻ്റെ ഉത്സവവേളയിൽ എനിക്ക് ചാർത്താനുള്ള കാച്ചിമുണ്ട് ഇവിടെ നിന്നും കൊണ്ടുവരണമെന്നും അരുളപ്പാടുണ്ടായെന്നും പ്രത്യുപകാരമായി ഓർക്കാട്ടേരി മുസ്ലിം പള്ളി പണിയാനുള്ള സാഹചര്യവും ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോഴും ഈ തറവാടിൽ നിന്നും കാച്ചിമുണ്ട് അവിടെ കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഐതിഹ്യങ്ങളും ചരിത്രങ്ങളെ ഒന്നുകൂടി ശരിയാണെന്ന് ബലപ്പെടുത്തുന്ന രീതിയിലാണ് വരുന്നത്. അതുപോലെ തന്നെ ജാതീയമായ ഉച്ചനീചത്വങ്ങൾ നിലനിന്നിരുന്ന ഒരു കാലത്തായിരുന്നു ഇവിടുത്തെ ഉത്സവവും ആചാരങ്ങളും സംവിധാനങ്ങളൊക്കെ രൂപപ്പെടുത്തിയിരുന്നത്. ഹിന്ദുമതത്തിലുള്ള എല്ലാ ജാതി വിഭാഗത്തിനും പ്രത്യേകം ആരാധനാ സംവിധാനത്തോടു കൂടിയാണ് ഇവിടുത്തെ താലപ്പൊലി മഹോത്സവത്തിനുള്ളത്. അത് മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ചും മറ്റ് ആചാരങ്ങളെ അപേക്ഷിച്ചും ഈ ക്ഷേത്രവും ഈ വിശ്വാസവും ഓർക്കാട്ടേരി പ്രദേശവും ഒരു വേറിട്ട അനുഭവം ആണ് സൃഷ്ടിക്കുന്നത്.